എല്ലാവർക്കും ഫ്യൂജി ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെക്ടർ ആർട്ട് എങ്ങനെ നമുക്ക് വളരെ ഈസിയായി നമുക്ക് 1 മിനിറ്റിൽ ചെയ്തെടുക്കാമെന്നുള്ള ഒരു വീഡിയോയാണ്. ആദ്യമായി നമ്മൾ ഈ ഒരു പിക്കിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന മോഡിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്ക് വീണ്ടും അതിനെ സോളിഡ് കളർ എന്ന മോഡിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മിഡിൽ ടോണുള്ള ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. പിന്നെ അത് ഹാർഡ് മിക്സ് എന്ന് പറയുന്ന മോഡിലേക്ക് മാറ്റുക. അതിനുശേഷം കളർ പിക്ക് ചെയ്ത് അതിനോട് യോജിച്ച തരത്തിലുള്ള ഒരു ടോണിലേക്ക് അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. അത് നമുക്ക് ഏത് കളറായാലും കുഴപ്പമില്ല, ഇപ്പം ബ്ലൂ ആയാലും കുഴപ്പമില്ല, ഗ്രീൻ ആയാലും. അതിന് മിഡിലായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത് മാറി മാറി വരുന്നത്. അത് ഓക്കെ അടിക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ വന്നതിന് ശേഷം ഫിൽറ്ററിൽ ഓയിൽ പെയിൻറ്റ് എന്ന് പറയുന്ന ഫിൽറ്റർ എടുത്തതിന് ശേഷം 4.6 5.9 എന്ന റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം പുതിയൊരു ലെയർ എടുക്കുക. ഓയിൽ പെയിൻറ്റ് എന്ന് പറയുന്ന ഫിൽറ്റർ എടുത്തതിന് ശേഷം കൂട്ടി കൊടുക്കുക. അതിനുശേഷം അതിനെ മാസ്ക് ചെയ്യുക. അതിനുശേഷം ബ്രഷ് ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് മാറ്റാവുന്നതാണ്. കണ്ണിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണ്. അതിനുശേഷം ഏറ്റവും മുകളിലത്തെ ലെയറിൽ വന്നതിന് ശേഷം ഗ്രേഡിയൻറ്റ് മാപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അതിന് മാച്ചായിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ, അതിപ്പം ബ്ലൂ ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്യുക. അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കളർ ചെറുതായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം സോളിഡ് കളറിൽ ക്ലിക്ക് ചെയ്ത് അതിന് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പല കളറുകൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതായത് മിഡിലായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോൺ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ തന്നെ അതിൻ്റെ മാറ്റം നമുക്ക് ഈ വെക്ടറിൽ കാണാൻ സാധിക്കുന്നതാണ്. പൂർണ്ണമായ ഒരു ഇലുസ്ട്രേഷൻ ചെയ്ത പോലത്തെ ഒരു വെക്ടർ പോലെ ആയിരിക്കും നമുക്കിപ്പം വളരെ ഈസിയായി നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഏത് കളറിൽ പിക്ക് ചെയ്താലും അതിനോട് യോജിച്ച ഒരു കളർ നമുക്ക് കിട്ടുന്നതാണ്. അതായത് മിഡിലായിട്ടുള്ള കളർ ഉപയോഗിച്ചാലേ നമുക്കത് ഈ ഒരു രീതിയിലേക്ക് അത് മാറത്തുള്ളൂ. നമുക്കതിനായി വീണ്ടും മറ്റൊരു പിക്ചർ എടുത്ത് നോക്കാം.